ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്തുതി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു. ഗബ്രിയേൽ ദേവദൂതൻ പരിശുദ്ധ കന്യാമറിയത്തോട് മംഗളവാർത്ത അറിയിച്ചതിന്റെ സ്മരണയായ മംഗളവാർത്ത തിരുനാളാണ് ഇന്ന്. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യോവാക്കിം അന്ന ദമ്പതികളുടെ മകളായ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്യുമെന്ന ആഹ്വാനമാണ് ഈ മംഗളവാർത്ത തിരുനാളിന്റെ അടിസ്ഥാനം. ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തെ സമീപിച്ച് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. പന്ഥി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ മറിയം ഗബ്രിയേൽ ദേവദൂതനോട് ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ജീവിതകാലം മുഴുവനും അവൾ ഒരു സഹനം സ്വമനസ ഏറ്റെടുക്കുകയായിരുന്നു. ഈ ഒരു വാക്കിനാൽ അവളുടെ ജീവിതം മുഴുവനും അവൾ ദൈവത്തിന് സമർപ്പിച്ചു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനമായതും സഭാപരമായതും ബൈബിൾ അധിഷ്ഠിതമായിട്ടുമുള്ളതുമായ തിരുനാളാണ് മംഗളവാർത്ത തിരുനാൾ. 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ആണ് ഈ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. AD 431 എഫേസസ് സൂനകദോസിൽ ആണ് ഈ തിരുനാളിന്റെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നു. AD 492 മുതൽ 496 വരെയുള്ള കാലഘട്ടങ്ങളിൽ തിരുസഭയെ നയിച്ച വിശുദ്ധ ജലാസിയൂസ് മാർപ്പാപ്പ തൻ്റെ പ്രധാനപ്പെട്ട ചില രേഖകളിൽ ഈ തിരുനാളിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എങ്കിലും ഈ തിരുനാളിനെ കുറിച്ച് ആദ്യമായി ഒരു സഭാരേഖയുണ്ടാകുന്നത് AD 656 ടൊളന്റോസ് സൂനഹദോസിലാണ്. അക്കാലത്ത് ഈ തിരുനാൾ സഭയിലാകമാനം ആഘോഷിക്കപ്പെട്ടിരുന്നു. AD 692 കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസിൽ നോയമ്പുകാലത്തെ ഞായറാഴ്ചകളിലും കർത്താവിന്റെ ഉയർപ്പ് തിരുനാളിന്റെ ആഘോഷത്തിലും മാതാവിന്റെ മംഗളവാർത്ത തിരുനാളും സമുചിതമായി ആഘോഷിച്ചിരുന്നു. 1246 ഇംഗ്ലണ്ടിൽ നടന്ന വോൾസെറ്റർ സിനഡ് ഈ തിരുനാളിൽ എല്ലാ അടിമവേലകളും നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. സഭാപിതാക്കന്മാരായ വിശുദ്ധ അത്തനേഷ്യസ്, വിശുദ്ധ ഗ്രിഗറി, വിശുദ്ധ അഗസ്റ്റിൻ എന്നിവർ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ ദൈവകുമാരന്റെ ഉത്ഭവത്തെക്കുറിച്ച് അനേകം പുസ്തകങ്ങളിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. മാതാവിന്റെ മംഗളവാർത്ത തിരുനാൾ മാർച്ച് 25 തന്നെ ആഘോഷിക്കുന്നതിന് പിന്നിൽ സഭാപരമായ നിരവധി കാരണങ്ങൾ ഉള്ളതായി സഭാരേഖകളിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കുന്നു. പുരാതന രേഖകളിൽ കാണുന്നത് ദൈവം സൃഷ്ടികർമ്മം ആരംഭിച്ചത് ഒരു മാർച്ച് 25 ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ കുരിശുമരണവും ഒരു മാർച്ച് 25 ആയിരുന്നു എന്നും പറയപ്പെടുന്നു. കൂടാതെ തന്നെ ആദം പാപം ചെയ്തതും രക്ഷകനെ വാഗ്ദാനം ചെയ്തതും ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളപ്പെട്ടതും മാർച്ച് 25 എന്ന് സഭാപരമായ രേഖകളിൽ കാണുന്നുണ്ട്. ദൈവഹിതത്തിന് മുൻപിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞ് സ്വീകരിച്ച പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും നമ്മുടെ ജീവിതകാലത്തുണ്ടാകുന്ന സഹനങ്ങളിലും വേദനകളിലും എല്ലാം ഈശോയുടെ തിരുഹിതം അന്വേഷിച്ചുകൊണ്ട് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്വീകരിക്കാനുള്ള ഒരു കൃപ നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ കൃപയാൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മേലെങ്കി നമ്മളെ എല്ലാവരെയും പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ മംഗളവാർത്ത തിരുനാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.